എൻ്റെ അമ്മയുടെ കോവയ്ക്ക കൃഷിയാണ് കേട്ടോ ഇത്. എൻ്റെ അമ്മ പണ്ട് ഫാമിൽ വിസിറ്റ് ചെയ്തിരുന്ന സമയത്തെ അവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് കോവയ്ക്കയുടെ 2 കമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അതെന്നിട്ട് ഭൂമിയിൽ നട്ടുവെച്ചിട്ട് അതിൻ്റെ ബ്രാഞ്ചസ് ടെറസിലേക്ക് പടർത്തി വിട്ടു കേട്ടോ. മഴ വരുമ്പോൾ അതിൻ്റെ കായ്ഫലം കുറച്ച് കുറയും, അല്ലാത്ത സമയത്തൊക്കെ നിറയെ കോവയ്ക്ക ഇതുപോലെ കിട്ടും കേട്ടോ നമുക്ക്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിചരണമൊന്നും വേണ്ടാണ്ട് മിക്കപ്പോഴും അല്ലെങ്കിൽ എന്നും തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പച്ചക്കറി വിഭവത്തിൽപ്പെട്ടതാണ് ഈ കോവയ്ക്ക. ഷുഗർ പേഷ്യൻസ് അല്ലെങ്കിൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയതാണ് ഈ കോവയ്ക്ക. നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം കോവയ്ക്കയുടെ ഇല നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ പറ്റുന്നു? കോവയ്ക്കയിൽ ഒരുപാട് വൈറ്റമിൻ എ ഉണ്ട്, ബീറ്റ കരോട്ടിൻ ഉണ്ട്. അതുപോലെ സ്കിന്നിൻ്റെ അലർജി ഉള്ളവർക്കൊക്കെ കോവയ്ക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. കോവയ്ക്ക മെഴുക്കുവരട്ടിയായിട്ടും തോരനായിട്ടും ഉള്ളിമുളകൊക്കെ ഇടിച്ച് ചതച്ച് ഉപ്പേരിയായിട്ടും ഒക്കെ ഉണ്ടാക്കാം. അതുപോലെ കോവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാറുണ്ട്, അച്ചാറിടാറുണ്ട്, കോവയ്ക്ക അവിയൽ വെക്കാറുണ്ട്, അതുപോലെ തന്നെ മോരുകറിയിലും കോവയ്ക്ക ഇടാറുണ്ട്. വേറെ എല്ലാ പച്ചക്കറികളുടെ കൂടെയും ഇട്ടിട്ട് നമുക്ക് കോവയ്ക്ക വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ ഈ കോവയ്ക്ക പറിക്കുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. അച്ഛന് ഷുഗറൊക്കെ ഉള്ള ആളാണ്, പക്ഷേ ആഴ്ചയിൽ 2-3 ദിവസം കോവയ്ക്ക കഴിക്കാറുണ്ട്. ഇവിടെ എനിക്കും എൻ്റെ മോനും ഹസ്ബൻഡിനും കോവയ്ക്ക നല്ല ഇഷ്ടമാണ്. കോവയ്ക്ക നമുക്ക് പച്ചയ്ക്കും കഴിക്കാം. നമ്മുടെ ഫാമിലും ഇതിൻ്റെ ഒരു ബ്രാഞ്ച് നമ്മൾ നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു പണ്ട്. പക്ഷേ ആ സെയിം ട്രെല്ലിങ് തന്നെയായിരുന്നു നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇതിലേക്കും യൂസ് ചെയ്തിരുന്നത്. അങ്ങനെ പാഷൻ ഫ്രൂട്ട് വളർന്ന് പന്തലിച്ച് കോവയ്ക്ക നശിച്ചും പോയി. കോവയ്ക്കയിൽ നിറയെ ഫൈബറും ഉണ്ട്. ഇതിൽ കലോറി അധികം ഇല്ല. അതുകൊണ്ട് വെയിറ്റ് ലോസ് മാനേജ്മെൻറ്റ് നോക്കുന്ന ആൾക്കാർക്ക് ഈ കോവയ്ക്ക സാലഡിലൊക്കെ ഇട്ട് കഴിക്കുന്നത് നല്ലതാണ്. സ്കിൻ അലർജി ഉള്ളവർക്ക് കോവയ്ക്ക കഴിക്കുന്നത് നല്ലതാണെങ്കിലും പറിക്കുന്നത് അത്ര സേഫ് അല്ല കേട്ടോ. ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം പറിക്കാൻ അങ്ങനെയുള്ളവർ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.